Hello guys, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം PixelLab നമ്മുടെ യൂട്യൂബേഴ്സ് ഗൈഡ് എന്ന് പറയുന്ന പുതിയ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് യൂട്യൂബിലേക്ക് വന്ന സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ യൂട്യൂബേഴ്സ് ഗൈഡ് എന്ന് പറയുന്ന സീരീസിലെ ഫസ്റ്റ് വീഡിയോയുടെ തന്നെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അടിപൊളി യൂട്യൂബ് തംബ്നെയിലുകൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ അതും പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നതിനെ പറ്റിയാണ്. അപ്പം ഈ ഒരു തംബ്നെയിൽ മേക്കിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PixelLab എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷേ പ്ലേ സ്റ്റോർ വഴി തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ PixelLab എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ പ്രൊഫഷണൽ ലുക്കുള്ള തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് താഴെ പോയി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി വിളിച്ചതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ PixelLab ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന 3 ഡോട്ട് ഐക്കണെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് തംബ്നെയിലിൻ്റെ ഫ്രെയിമിലേക്ക് ആ ഒരു ഫ്രെയിം അഡ്ജസ്റ്റ് ആവുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് അവിടെ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ കാണുന്ന കളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് താഴെ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേഡിയൻ്റ് ആക്കാൻ സാധിക്കും. ഗ്രേഡിയൻറ്റ് കളർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കളേഴ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാവുന്നതാണ്, എൻഡിലും ഒപ്പം തന്നെ അപ്പുറത്തെ എൻഡിലുമായിട്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി കളേഴ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് ബട്ടനും കളേഴ്സ് കളയുന്നതിന് വേണ്ടിയിട്ട് മൈനസ് ബട്ടനും ക്ലിക്ക് ചെയ്ത് നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്ത് നമുക്കിതെല്ലാം സേവ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓക്കെ കൊടുത്ത് നമുക്ക് ഗ്രേഡിയൻറ്റ് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് സേവ് ആവുന്നതായിരിക്കും. ഇപ്പം ഞാനാണെങ്കിൽ ഗ്രേഡിയൻ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആ ട്രാൻസ്പെറൻറ്റ് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ടൊരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. മുകളിൽ കാണുന്ന ഫ്രം ഗാലറി സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഗാലറിയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ സാധാരണയായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അവിടെ 16:9 ആ ഒരു ഫോട്ടോ മാറ്റിയതിന് ശേഷം ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ കാണുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ആ ഒരു ഡോട്ട് ഡ്രാഗ് ചെയ്ത് 100ലേക്ക് ആക്കിയതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുൾ സ്ക്രീനിലേക്ക് ആ ഒരു ഇമേജ് വരുന്നത് കാണാൻ സാധിക്കും. ഇനി റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ലോക്ക് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ലോക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ലോക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു പിക്ചർ ഫുള്ളായിട്ട് ലോക്ക് ആവുന്നതായിരിക്കും. ഇനി അത് അനങ്ങില്ല അവിടെ നിന്ന്. ഇനി ഞാൻ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫ്രം ഗാലറി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് താഴേക്ക് പോയി ഗാലറി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഗാലറിയിൽ നിന്ന് എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതേപോലെ PNG ഫോട്ടോസ്, നിങ്ങളുടെ തന്നെ PNG ഫോട്ടോസ് പ്രൊഫഷണലി എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു പിക്സാർട്ട് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുകളിൽ ഐക്കാർഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ആ ഒരു വീഡിയോ വിസിറ്റ് ചെയ്ത് എങ്ങനെ ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസ് PNG ആക്കാമെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ ഫോട്ടോ കറക്റ്റ് സൈസിൽ വെച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രെയിമാണ് ഈ ഒരു ഇമേജിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറി സെലക്ട് ചെയ്യുന്നു. ഗാലറിയിൽ പോയി ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം സെലക്ട് ചെയ്യുകയാണ്. ഇതേപോലത്തെ സ്മാർട്ട് ഫോൺ ഫ്രെയിം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറി സ്മാർട്ട് ഫോൺ ഫ്രെയിം PNG എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്താൽ മതിയാവും. പല വെബ്സൈറ്റിലും ഇങ്ങനത്തെ ഫ്രെയിം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എന്നിട്ട് അത് കറക്റ്റ് നിങ്ങൾക്ക് എത്ര സൈസ് വേണോ അത്ര ആക്കിയതിന് ശേഷം താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റിലേറ്റീവ് പൊസിഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ കാണുന്ന ആ 2 ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്റർ പ്ലേസ്ഡ് ആവുന്നു. ഇനി നമ്മളൊരു സ്ക്രീൻഷോട്ടാണ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നേരത്തെ എടുത്തൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഫ്രം ഗാലറി സെലക്ട് ചെയ്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ആ ഒരു സ്ക്രീൻഷോട്ട് ചൂസ് ചെയ്തതിന് ശേഷം ഞാനിനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ സൈസ് ഞാൻ കറക്റ്റ് ആ ഒരു ഫ്രെയിമിനുള്ളിൽ വരുന്ന രീതിയിലാക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് താഴെ കാണുന്ന റിലേറ്റീവ് പൊസിഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതും കറക്റ്റ് ഒന്ന് സെൻറ്റർ ആക്കി വെച്ച് കൊടുക്കുകയാണ്. ആ 2 ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് ടിക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് 2 ഫോട്ടോസും മെർജ് ചെയ്യാം. അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ 2 ഫോട്ടോസും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻട്രലായിട്ട് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ 2 ഫോട്ടോസും മെർജ് ആവുന്നതായിരിക്കും. അതായത് ഒരേ ഫോട്ടോ ആവുന്നതായിരിക്കും. ഒരേ ഫോട്ടോ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ കറക്റ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അതായത് നമ്മുടെ ഈ ഒരു ഫോട്ടോ നമ്മുടെ കൈ തട്ടി ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് മാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോക്ക്
ലോക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ടെക്സ്റ്റ് വരുന്ന കാണാൻ സാധിക്കും. ഇനി താഴെ കാണുന്ന ആ ഒരു എ എന്ന് പറയുന്ന സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എഡിറ്റ് ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ടെക്സ്റ്റ് മാറ്റാൻ സാധിക്കും. ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കുറച്ച് വാക്കുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ ലോഗോയും കൂടി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ലോഗോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ മതിയാവും. ഒരുപാട് PNG ഇമേജസ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാനാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പോവുകയാണ്. അതിന് താഴെ ഫോണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം കാണുന്നത് ബോൾഡ് ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലെറ്റേഴ്സിൻ്റെ തിക്നെസ് കൂട്ടാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റാലിക്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇറ്റാലിക് ആക്കാം. മൂന്നാമത്തെ എന്ന് പറയുന്നത് അണ്ടർലൈൻ ആണ്. അണ്ടർലൈൻ കൊടുക്കാൻ സാധിക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഞാനിവിടെ ബോൾഡ് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്തു. ഇനി ഞാൻ മാറ്റാൻ പോകുന്നത് ഫോണ്ടാണ്. ഫോണ്ട് മാറ്റുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ധാരാളം ഫോണ്ട് കാണാൻ സാധിക്കും. അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു ഫോണ്ട് അവിടെ അപ്ലൈ ആവുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ലെറ്റേഴ്സ് തമ്മിൽ ഒട്ട് സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്പേസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള അത്രയും കൂട്ടിയതിന് ശേഷം ഞാൻ അവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എന്നിട്ട് ഞാൻ എല്ലാ ഫോണ്ടുകൾക്കും ഇതേ രീതിയിൽ സ്റ്റൈലൊക്കെ മാറ്റിയതിന് ശേഷം താഴെ പോയി കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആ ഒരു ഫോണ്ടുകൾക്ക് കൊടുത്തു. എന്നിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ഫോണ്ടുകളും ഒബ്ജക്റ്റുകളും ഞാൻ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യോ എന്തെങ്കിലും തട്ടി അറിയാതെ ആ ഒരു ഫോണ്ടുകളോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഒബ്ജക്റ്റ് ഞാൻ അവിടെ സെലക്ട് ചെയ്തു. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ താഴെ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ആ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആരോസിൽ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് അത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വിരൽ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റും ഒബ്ജക്റ്റും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ എല്ലാ ഫോണ്ടും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സേവ് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന ആ ഒരു ജസ്റ്റ് ഒരു ബോർഡ് പോലത്തെ ഒരു സേവിങ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആസ് ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ താഴെയായിട്ട് കസ്റ്റം മാറ്റിയതിന് ശേഷം അവിടെ ഹൈയോ വെരി ഹൈയോ അൾട്രായോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. എന്നിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയുടെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ യൂട്യൂബ് തമ്മിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് താഴെ പോയി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.